അസ്സലാമലൈക്കും. ഇനി ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. അപ്പോൾ 2 സവോള, 1 ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് പറമ്പിലുണ്ട്. മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അരിഞ്ഞിടാം. അതിൻ്റെ കൂടെ പിന്നെ ഞാൻ 2 ഉരുളൻകിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൈദ ഒന്നര ചെറിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മൈദ, 1/2 ഗ്ലാസ് അരിപ്പൊടി, 1 നുള്ള് ഉപ്പ് പാകത്തിന്, 1 നുള്ള് അപ്പക്കാരം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ. എൻ്റെ അടുപ്പെല്ലാം കൂടെ പൊളിഞ്ഞു കിട്ടിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഇത് ഉണ്ടോ, തേക്കാൻ വയ്യ. സുഖമില്ലാതിരിക്കുന്ന കാരണേ തേക്കാൻ വയ്യ. അപ്പം മഴ പെയ്ത് കാരണേ മണ്ണും കിട്ടാനില്ല, ചളിപിളിയല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഷെഡെല്ലാം കൂടി ഇടിഞ്ഞ് കിട്ടി താഴെ വീണായിരുന്നു. കണ്ടോ, ഇതാണ് എൻ്റെ അടുക്കളയുടെ കോലം. കണ്ടോ, ഇതാണ് എൻ്റെ അടുക്കള. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കേട്ടോ നിലത്ത് വിരിച്ചിരിക്കുന്നത്. തറയൊന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ വിരിച്ചിരിക്കുക. വേണ്ട, ഇനിയിപ്പോൾ വേനലായിട്ട് വേണം ഇതൊക്കെ ഒന്ന് നന്നാക്കണം എന്ന് വിചാരിക്കണ്ടേ. സുഖമില്ലാത്തരണം ചെയ്യാനും വൈകി, കാരണം കിടന്നു പോവേ. ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്താണ്ടോ ഇങ്ങനെ തുണി ഇട്ട് കൊടുക്കും ഞാൻ, ഇല്ലെങ്കിൽ എന്താണെന്നറിയോ പൊടി പാറും. അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ഉരുകട്ടെ. ഇത് കണ്ട, ഞാൻ ഈ അരിപ്പയിൽ ഈ കണ്ണാപ്പയിൽ ഞാനിത് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇടാൻ എളുപ്പമാവുന്നുണ്ട്. ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഉള്ളിവട ശരിയായി. ഇത് അരിപ്പയിൽ വെച്ചുണ്ടാക്കിയത് കാരണം ഡിസൈനുള്ളൊരു കണ്ടോ ഡിസൈനുമായി. അപ്പോൾ ഇത് നമ്മുടെ ഡിസൈൻ ഇല്ലാത്ത ഉള്ളിവട, ഇത് നമ്മുടെ ഡിസൈൻ ഉള്ളിവട. കണ്ടോ, നല്ല മോഡലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ, സഹായിക്കണേ. നിങ്ങൾ സഹായിച്ചാൽ എനിക്കെൻ്റെ പേര നന്നാക്കാം. അതേപോലെ എനിക്കൊരു ക്യാമറ വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡും വാങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.